ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോമീറ്റർ പിന്നെ ലാക്ടോമീറ്റർ എന്നീ ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, എന്താണ് ഇവ വർക്ക് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ചിത്രമാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഹൈഡ്രോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ, എന്താണ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്സ്. ഓക്കെ, ലിക്വിഡ്സിന്റെ അതായത് ദ്രാവകങ്ങളുടെ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഹൈഡ്രോമീറ്റർ. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് ഹൈഡ്രോമീറ്റർ ഇൻ വാട്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. വാട്ടറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്? 1 അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രോമീറ്റർ വാട്ടറിൽ ഇട്ടാൽ കാണിക്കുന്ന റീഡിംഗ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇഫ് ദ ഹൈഡ്രോമീറ്റർ ഈസ് പ്ലേസ്ഡ് ഇൻ എ ലിക്വിഡ് ഡെൻസർ ദാൻ വാട്ടർ, ഓക്കെ, വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടിയ ഒരു ലിക്വിഡിൽ ഹൈഡ്രോമീറ്റർ ഇട്ടാൽ വിൽ ദ റീഡിംഗ് ബി എബോവ് ഓർ ബിലോ 1 ആണ്. എന്താണ് ഈ 1 എന്ന ഇതിന് എബോവിലായിരിക്കോ റീഡിംഗ് കാണിക്കൽ ബിലോയിലായിരിക്കും എന്നാണ്. ഇതാ ഇവിടെ ഈ സെന്ററിൽ കൊടുത്തിട്ടുള്ളത് വാട്ടറിൽ ഹൈഡ്രോമീറ്റർ ഇട്ട ചിത്രമാണെന്ന് വിചാരിച്ചു. റൈറ്റ് സൈഡിലുള്ളത് ഡെൻസർ ദാൻ വാട്ടർ, ഒരു ലിക്വിഡിൽ ഇട്ടതാണ്, ഡെൻസിറ്റി കൂടിയത്. അങ്ങനെയാണെങ്കിൽ ഈ വാട്ടറിൽ ഇത് ഹൈഡ്രോമീറ്റർ ഇട്ടപ്പോൾ ഈ 1 എന്ന ലെവലിന് നേരെയാണ് നിൽക്കുന്നത് അറിയാം. ഓക്കെ, ഈ സർഫസിൽ എത്രയായിരിക്കും റീഡിങ്? 1. ഓക്കെ, ഡെൻസിറ്റി കുറച്ചുകൂടി കൂടിയ ഒരു ലിക്വിഡ് ഇടുമ്പോൾ ഈ ഹൈഡ്രോമീറ്റർ കുറച്ചും കൂടെ ഉയരുകയല്ലേ ചെയ്യുന്നത്? ഓക്കെ അല്ലേ. ഇവിടെ ആയിരിക്കും ബൊയാൻ ഫോഴ്സ് ഇതിനേക്കാൾ കൂടുതൽ. മുമ്പത്തെ ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കൂടിയ ഒരു ലിക്വിഡ് ഇടുമ്പോൾ ഈ ഹൈഡ്രോമീറ്റർ കുറച്ചുകൂടി ഉയരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 1 എന്ന് എഴുതിയിട്ടുള്ള റീഡിങ്ങിന് താഴെയാണല്ലോ ഇപ്പൊ പുതിയ റീഡിങ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് ഈ ലിക്വിഡിന്, അപ്പൊ ഇവിടെ റിലേറ്റീവ് ഡെൻസിറ്റിയും കൂടുതലാണ്. ഓക്കെ, വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കൂടുമ്പോൾ വാട്ടറിനേക്കാൾ റിലേറ്റീവ് ഡെൻസിറ്റിയും കൂടും. അങ്ങനെയാണ് 1 എന്ന വാല്യൂവിനേക്കാളും കൂടിയൊരു വാല്യൂ അല്ലേ ഇപ്പോൾ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു ഹൈഡ്രോമീറ്ററിൽ മുകളിൽ നിന്നും താഴേക്ക് പോകുന്തോറും ഈ റീഡിങ്സ് കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ലെസ് ഡെൻസ് ദാൻ വാട്ടറിൽ ഒരു ലിക്വിഡിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് വെച്ചിട്ടുണ്ട് ഹൈഡ്രോമീറ്റർ. ഓക്കെ, ഇതൊരു കെറോസിൻ ആണെന്ന് വിചാരിച്ചു. ഈ ലിക്വിഡ് വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറവാണ്, അപ്പൊ ഈ ഹൈഡ്രോമീറ്റർ കുറച്ചും കൂടി താഴും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കാണിക്കുന്ന റീഡിംഗ് 1നേക്കാളും ചെറിയ റീഡിംഗ് ആയിരിക്കുമല്ലോ. അതാണ് പറഞ്ഞിട്ടുള്ളത് the relative density values calibrated on the hydrometer increase as it goes down. Okay, എന്താണ് പറഞ്ഞത്? റിലേറ്റീവ് വാല്യൂസ് കാലിബ്രേറ്റഡ് ഓൺ ദ ഹൈഡ്രോമീറ്റർ. ഈ ചിത്രം നോക്കിക്കോളൂ. ഇത് മുകളിൽ എത്രയാണ്? 0.50 ആണ് ഇവിടെ കൊടുത്തിട്ടില്ലേ. താഴെയോ 1 ആണ് കൊടുത്തിട്ടില്ലേ. അങ്ങനെയാണ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഈ വാല്യൂസ് കൂടി വരികയല്ലേ ചെയ്യുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഉത്തരമാണ് കേട്ടോ. ഓക്കെ, വിൽ ദ റീഡിംഗ് ബി എബോവ് ഓർ ബിലോ 1, ആ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് പറയാം എന്താണ്? ദ റിലേറ്റീവ് ഡെൻസിറ്റി വാല്യൂസ് കാലിബ്രേറ്റഡ് ഓൺ ദ ഹൈഡ്രോമീറ്റർ ഇൻക്രീസ് ആസ് ഇറ്റ് ഗോസ് ഡൗൺ. താഴോട്ട് വരുന്തോറും ഇത് ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, അങ്ങനെയാണ് ഹൈഡ്രോമീറ്റർ പ്ലേസ്ഡ് ഇൻ ലിക്വിഡ് ഡെൻസർ ദാൻ വാട്ടറിൽ ഇട്ടാൽ ഈ റീഡിങ് 1 എന്ന് എഴുതിയതിന് താഴെയല്ലേ കാണിക്കുന്നത്. ഓക്കെ, ഇത് കുറച്ചുകൂടി ഉയരുമല്ലോ. അപ്പൊ 1 എന്ന് എഴുതിയതിന് താഴെ ആയിരിക്കുമല്ലോ ഈ റീഡിങ് കാണിക്കുന്നത്. ആ ചിത്രം കണ്ടപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഓക്കെ, therefore the relative density of liquids in which the hydrometer sinks lesser will be higher. ഓക്കെ, എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്സ് ഇൻ വിച്ച് ഹൈഡ്രോമീറ്റർ സിങ്സ് ലെസ്സർ, കുറച്ച് മാത്രം ഹൈഡ്രോമീറ്റർ താഴുന്ന ലിക്വിഡ്സിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ഹയർ ആയിരിക്കും. അതാ ചിത്രത്തിൽ കണ്ടത്. കണ്ടോ, ഇതിനേക്കാളും കുറച്ച് മാത്രമേ ഇത് താഴ്ന്നിട്ടുള്ളൂ ഹൈഡ്രോമീറ്റർ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതലാണ് ഈ ഒരു ലിക്വിഡിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി വാല്യൂ. ഡോണ്ട് യു നോ ദാറ്റ് ഇസ് എ ക്രൈം ടു സെൽ അഡൾട്ടറേറ്റഡ്, അതായത് വാട്ടർ ആഡഡ് മിൽക്ക് വിൽക്കുന്നത് ഒരു ക്രൈം ആണല്ലോ. ഓക്കെ, പണിഷബിൾ ഒഫൻസ് ആണല്ലോ. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ വിൽ യു നോ ദാറ്റ് വാട്ടർ ഈസ് ആഡഡ് ടു മിൽക്ക്, അതായത് ഇതൊരു ക്രൈമാണ് ഇങ്ങനെ വെള്ളം ചേർത്ത പാല് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹൗ വിൽ യു നോ ദാറ്റ് വാട്ടർ ഈസ് ആഡഡ് ടു മിൽക്ക്, പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? വാട്ട് ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ഇറ്റ്, ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ആണ് ലാക്ടോമീറ്റർ. ഓക്കെ, ലാക്ടോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ, എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മിൽക്ക്. ഓക്കെ, എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി തന്നെയാണ് മിൽക്കിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് ലാക്ടോമീറ്റർ. ബേസിക്കലി ഇറ്റ് ഈസ് എ ഹൈഡ്രോമീറ്റർ. ഓക്കെ, എന്താണ് ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഇതൊരു ഹൈഡ്രോമീറ്റർ തന്നെയാണ്, പക്ഷെ ഇവിടെ ലാക്ടോമീറ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിൽ ദ റീഡിംഗ് ബി ദ സെയിം ഇഫ് എ ലാക്ടോമീറ്റർ ഈസ് പ്ലേസ്ഡ് ഇൻ പ്യുവർ മിൽക്ക് ആൻഡ് വാട്ടർ ആഡഡ് മിൽക്ക്, അതായത് പ്യുവർ ആയിട്ടുള്ള മിൽക്കിലും വെള്ളം ചേർത്ത വാട്ടർ ആഡഡ് മിൽക്കിലും ഹൈഡ്രോമീറ്റർ ഈ ലാക്ടോമീറ്റർ പ്ലേസ് ചെയ്താൽ റീഡിംഗ് സെയിം ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് ഉത്തരം? നോ. എന്തുകൊണ്ടാണ്?
പ്യുവർ മിൽക്ക് ആൻഡ് വാട്ടർ ആഡഡ് മിൽക്ക് ഹാവ് ഡിഫറെന്റ് ഡെൻസിറ്റീസ്. ഓക്കെ, രണ്ടിനും രണ്ട് ഡെൻസിറ്റി ആണ്, അതുകൊണ്ട് റീഡിങ് വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ ഹാവ് ഡിഫറെന്റ് റിലേറ്റീവ് ഡെൻസിറ്റീസ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഈസ് ഇറ്റ് ഇൻ പ്യുവർ മിൽക്ക് ഓർ ഫാറ്റ് റിമൂവ്ഡ് മിൽക്ക് ദാറ്റ് എ ലാക്ടോമീറ്റർ സിങ്സ് മോർ? ലാക്ടോമീറ്റർ പ്യുവർ മിൽക്കിലാണോ ഫാറ്റ് റിമൂവ് ചെയ്ത മിൽക്കിലാണോ, അതായത് കൊഴുപ്പ് നീക്കം ചെയ്ത പാലിലാണോ കൂടുതലായിട്ട് താഴുന്നത്? ഇവിടെ പ്യുവർ മിൽക്കിന് ഒരു ഡെൻസിറ്റി ഉണ്ടാവും, ഇതിൽ നിന്ന് ഫാറ്റ് റിമൂവ് ചെയ്ത പാല് കുറച്ചും കൂടി ലൂസ് ആവുകയല്ലേ ചെയ്യുന്നത്, അതായത് ഡെൻസിറ്റി കുറയല്ലേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ ഫാറ്റ് റിമൂവ്ഡ് മിൽക്കിലല്ലേ ഈ ലാക്ടോമീറ്റർ കൂടുതലായിട്ട് താഴുന്നത്. അത് ഉത്തരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലാക്ടോമീറ്റർ സിങ്സ് മോർ ഇൻ ഫാറ്റ് റിമൂവ്ഡ് മിൽക്ക് ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് ഡെൻസർ ദാൻ പ്യുവർ മിൽക്ക്. എന്താണ് ഇറ്റ് പറഞ്ഞാൽ ഈ ഫാറ്റ് റിമൂവ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ഡെൻസർ ദാൻ പ്യുവർ മിൽക്ക്. പ്യുവർ മിൽക്കിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് ഫാറ്റ് റിമൂവ്ഡ് മിൽക്കിന്. യൂസിങ് എ ലാക്ടോമീറ്റർ ഹൗ വിൽ യു ഐഡന്റിഫൈ വെദർ വാട്ടർ ഈസ് ആഡഡ് ടു മിൽക്ക്? മിൽക്കിൽ വാട്ടർ ചേർത്തിട്ടുണ്ടോ എങ്ങനെ അറിയും? ലാക്ടോമീറ്റർ സിങ്സ് മോർ ഇൻ വാട്ടർ ആഡഡ് മിൽക്ക് ദാൻ ഇൻ പ്യുവർ മിൽക്ക്. അതായത് ശുദ്ധമായ പാലിൽ എത്രയാണോ ലാക്ടോമീറ്റർ താഴുന്നത് അതിനേക്കാളും കൂടുതലായിട്ട് എന്താണ് ഈ വാട്ടർ ആഡഡ് മിൽക്കിൽ നമ്മുടെ ഈ ലാക്ടോമീറ്റർ താഴും. സോ ബൈ കമ്പയറിംഗ് ദ റീഡിങ്സ്, ഈ റീഡിങ്സ് അതിൽ കാണിക്കുന്ന റീഡിങ്സ് കമ്പയർ ചെയ്തിട്ട് വി ക്യാൻ ഐഡന്റിഫൈ വെദർ വാട്ടർ ഈസ് ആഡഡ് ടു മിൽക്ക്. ഓക്കെ, ഇതാണ് ആൻസർ. Adulteration of food is a crime like the sale of water-added milk. It is also a social menace. Prepare a poster and display it on the school notice board to conscientize the society. Okay, next let's assess questions and answers ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതുവരെയുള്ളത് കണ്ട് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. താങ്ക് യു.